ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് മാഷ്മെല്ലോയുടെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മാഷ്മെല്ലോ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തരിച്ചൊരു പാത്രത്തിലേക്ക് ആക്കുവാണ്. ഇപ്പോൾ ഇത് നല്ലപോലെ തരിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള മോൾഡ് റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് ഇപ്പം ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഏത് മോൾഡാണോ എടുക്കുന്നത് അതിൻ്റെ സൈഡിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറും പഞ്ചസാരയുടെ മിക്സില്ലേ അതും കൂടെ ഒന്ന് നന്നായിട്ട് തൂവി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ജലാറ്റിനാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ജലാറ്റിന് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ജെല്ലി മിക്സ് ഇല്ലേ, ജെല്ലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണേ അത് തന്നെയാണ് നമ്മുടെ ജലാറ്റിന്. അതിൽ ചിലപ്പം ഫ്ലേവർ ഉള്ളതും ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഫ്ലേവറും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ജലാറ്റിനാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ടിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ജലാറ്റിന് നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതിനെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം കൂടെ എടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ തിളപ്പിക്കുക കേട്ടോ. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഉരുകി ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പരുവെന്ന് വെച്ചാൽ ഒരു നൂൽ പരുവാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം ആ പരുവ് എങ്ങനെ ചെക്ക് ചെയ്യണത് എന്ന്. ഞാനിപ്പോൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഷുഗർ സിറപ്പിൽ നിന്നും ഒരു 3-4 ഡ്രോപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഈ വെള്ളത്തിൽ അങ്ങ് മിക്സായി കലങ്ങി പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഷുഗർ സിറപ്പ് പാകമായിട്ടില്ല. കണ്ടപ്പോൾ ഇത് അതിൽ കലങ്ങി മിക്സായി പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ ഞാൻ ഇതിനെ തിളപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു നോക്കുക. എന്നിട്ട് ഇത് വെള്ളത്തിൽ മിക്സായി പോകുന്നുണ്ടോ അതോ കൈകൊണ്ട് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ നോക്കുക. ഇതിപ്പോൾ കണ്ടോ, ഇത് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തത് ആ വെള്ളത്തിലങ്ങ് അലിഞ്ഞു പോവാണ് ചെയ്തത്. ഇതുപോലെ നമുക്ക് കയ്യിൽ കിട്ടണം. അപ്പോഴാണ് നമ്മുടെ ഷുഗർ സിറപ്പ് പാകമായിട്ട് വരിക. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ മിക്സ് ആക്കാനായിട്ട് വെച്ചിരിക്കുന്ന ജലാറ്റിനില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ കൈവിടാണ്ട് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഈ ഷുഗർ സിറപ്പും ജലാറ്റിനും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് ചൂട് പോവാനായിട്ട് ഇതിനെ മാറ്റി വെക്കുക. ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിതിനെ ഒരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ട് 2-3 മിനിറ്റ് നിർത്താതെ ബീറ്റ് ചെയ്യുക. ഹാൻഡ് ബീറ്റർ ഇല്ലാത്തവർക്ക് ഇത് ഡയറക്റ്റ് മിക്സീൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് ഒരു 2 മിനിറ്റ് നിർത്താതെ അടിച്ചു കൊടുത്താലും മതി കേട്ടോ. 2-3 മിനിറ്റ് നിർത്താതെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ ഒരു പരുവായി കിട്ടും കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ റിബൺ മോഡൽ ഇങ്ങനെ ഇറ്റി വരണം. എന്നിട്ട് നമുക്കിതിനെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിൽ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നിന്നും പകുതിയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ പകുതി ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുവാണ്. എന്നിട്ട് ബാക്കി പകുതിയിൽ കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്യുവാണ്. ഇത് നിർബന്ധമില്ല, കളർ ആഡ് ചെയ്യാതെ മൊത്തത്തിൽ അങ്ങ് മോൾഡിലേക്ക് ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 2 കളറായിട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ കളറും കൂടെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക.
ഇനി ഇതും കൂടെ ഞാനിപ്പോൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് 2 ലെയറായിട്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ എല്ലാം മോൾഡിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എയറൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോകാനും വേണ്ടിയിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ ഷുഗറിൻ്റെ മിക്സ് ഇല്ലേ, അതൊന്ന് കുറച്ചിങ്ങനെ ഒരു അരിപ്പയിലൂടെ ഒന്ന് ആക്കി കൊടുക്കുക. കൈകൊണ്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അരിപ്പയിലൂടെ ആക്കുമ്പോൾ ഒന്നും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയി കിട്ടും. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് ഒരു 3 മണിക്കൂർ മിനിമം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എത്രത്തോളം കൂടുതൽ വെക്കണോ അത്രത്തോളം സെറ്റായിട്ട് വരികയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു 4 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മുകളിൽ തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി നമുക്കിതിനെ മോൾഡിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റാം. അത് എടുത്ത് മാറ്റുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ആ ഒട്ടിപ്പിടിക്കലൊന്ന് മാറാനും വേണ്ടിയിട്ട് ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിൻ്റെ ഷുഗറിൻ്റെ ആ മിക്സില്ല അതിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് വേണം നമ്മൾ ഈ നമ്മുടെ മാഷ്മെല്ലോ എടുത്തു വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ബട്ടർ പേപ്പർ പതുക്കെ ഇങ്ങനെ ഇളക്കി മാറ്റുക. ഇത് സ്റ്റിക്കായിട്ടായിരിക്കും കേട്ടോ ഇരിക്കുക, നല്ല പോലെ ഒട്ടിപ്പിടിച്ചിട്ട്. അപ്പോൾ പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കുക. ഇനി നിങ്ങൾ ബട്ടർ പേപ്പറൊന്നും വെക്കാതെയാണ് വെച്ചിട്ടുള്ളെങ്കിൽ ആദ്യം എൻ്റെ സൈഡ് ഒരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് വെടിയിച്ചെടുത്തിട്ട് വേണം പതുക്കെ ഇത് ഇളക്കി മാറ്റാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ പേപ്പറൊക്കെ ഇളക്കി മാറ്റുന്ന സൈഡിൽ കൂടെ നമ്മുടെ ഈ കോൺഫ്ലോറിൻ്റെ ആ പൊടിയില്ലേ ഷുഗറിൻ്റെ, അതിങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ മാഷ്മെല്ലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നന്നായിട്ട് നമ്മുടെ ഈ പൊടിയിൽ മിക്സ് ആയിട്ടായിരിക്കും നമ്മുടെ മാഷ്മെല്ലോ ഉണ്ടാവുക. ഇപ്പം ഞാനിത് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മാഷ്മെല്ലോയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ പൗഡർ തേച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് സ്റ്റിക്കി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സൈഡിലും ഒക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക. ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അത് കത്തിയിലും ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കത്തിയും ഇതുപോലെ പൗഡർ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം വേണം പതുക്കെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ കട്ട് ചെയ്ത 2 വശത്തും നമ്മൾ വീണ്ടും ഈ പൗഡർ ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഈ പൗഡർ നല്ല പോലെ ആക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിങ്ങാണ്ടായിരിക്കും ഇരിക്കുക. ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസും ചെറിയ ചെറിയ ക്യൂബ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും പൗഡർ നല്ലപോലെ ആക്കി കൊടുക്കുക കേട്ടോ. എല്ലാ കട്ട് ചെയ്യുന്ന ഭാഗത്തേക്കും നല്ലപോലെ പൗഡർ ആക്കി കൊടുക്കണേ. അങ്ങനെ ഇതിനെ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റി ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിന്നിലടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.